10 വർഷം കൊണ്ട് കേരളത്തെ നിക്ഷേപക സൗഹൃദ സംസ്ഥാനമാക്കി സർക്കാർ മാറ്റിയെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. സംസ്ഥാനത്ത് മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഒരുക്കാൻ സർക്കാരിന് സാധിച്ചുവെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. എമർജിംഗ് പൊന്നാനി എന്ന പേരിൽ പൊന്നാനിയിൽ സംഘടിപ്പിച്ച നിക്ഷേപക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷമില്ല എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളെ തിരുത്താൻ സർക്കാരിന് സാധിച്ചു. വ്യവസായ സൗഹൃദത്തിന് അനുകൂലമായ വിധത്തിൽ പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് മലയോര റോഡുകളും തീരദേശ റോഡുകളും വികസിപ്പിച്ചു. വ്യവസായിക വളർച്ച കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ മാറ്റം വരുത്തി. 10 വർഷത്തിനുള്ളിൽ കേരളത്തിലെ രണ്ടാമത്തെ തീരദേശ പട്ടണമായി പൊന്നാനിയെ വളർത്താനുതകുന്ന നിക്ഷേപങ്ങളാണ് പൊന്നാനിയിൽ വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. പൊന്നാനിയെ സംബന്ധിച്ച് പുതിയ നിർദ്ദേശങ്ങൾ വരുന്നു, പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. നിങ്ങൾ വരുന്നതോടുകൂടി പുതിയ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും വരികയാണ്. അങ്ങനെയാണ് ഒരു പട്ടണം വളരുക, ഒരു ഏരിയ വളരുക. ഈ തുടക്കം എന്നുള്ളത് വളരെ വളരെ വിപുലമാണ്. ഇതുവരെ ഗവൺമെൻറ്റാണ് ഇവിടെ നിക്ഷേപിച്ചത്. സർക്കാരിനെ നിക്ഷേപിക്കാൻ ഒരു പരിധിയുണ്ട്, ഇതിലപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മുടെ എക്കോണമി എന്നുള്ളത് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി വളർത്തിയെടുക്കുന്നതാണ്. ഇന്ത്യയിലെ എക്കോണമി തന്നെ വന്നുള്ള മാറ്റമാണ്. അപ്പോൾ ആ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ കേരളം തയ്യാറായി നല്ല രീതിയിലുള്ള വളർച്ച രേഖപ്പെടുത്തി കേരളത്തെ അടുത്ത 20 വർഷത്തിനുള്ളിൽ വളർത്തിയെടുക്കാൻ ഇവിടുത്തെ നിക്ഷേപകർക്ക് കഴിയും. വ്യവസായ മന്ത്രി പി രാജീവ് വീഡിയോ കോൺഫറൻസിലൂടെ നിക്ഷേപ സംഗമത്തിന് ആശംസകൾ അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ പൊന്നാനി മണ്ഡലത്തിൽ 1600 കോടിയിലേറെ രൂപയുടെ നിക്ഷേപമാണ് വരുന്നതെന്ന് പൊന്നാനി MLA പി നന്ദകുമാർ പറഞ്ഞു. 2000-ലേറെ തൊഴിലവസരങ്ങളുമായി 10ഓളം സംരംഭങ്ങളാണ് ആരംഭിക്കാൻ പോകുന്നതെന്നും MLA അറിയിച്ചു. തീരദേശ ഹൈവേ കൂടി വന്നു കഴിഞ്ഞാൽ പൊന്നാനിക്കകത്ത് വലിയ രൂപത്തിലേക്ക് കുതിപ്പുണ്ടാകും. അതിന് പുറമെയാണ് പൊന്നാനി പ്രകൃതി അനുഗ്രഹിച്ച പ്രദേശമാണ്. കടലും കായലും പുഴയും എല്ലാം പൊന്നാനിക്കുണ്ട്. അതുകൊണ്ട് അനന്തമായ ടൂറിസത്തിൻ്റെ സാധ്യതകളും പൊന്നാനിക്കുണ്ട്. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടല്ല ഒരു കോംപ്രഹെൻസീവായിട്ട് സമഗ്രമായ വികസനത്തിൻ്റെ സങ്കല്പമാണ് ഇന്നത്തോടുകൂടി ഇവിടെ രൂപം നൽകാൻ പോകുന്നത്. പൊന്നാനി നാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ്, ADM K ദേവകി, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ M ഗിരീഷ്, ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ അഞ്ജന ദേവ്, വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ, അക്ബർ ട്രാവൽസ് MD ഡോക്ടർ KV അബ്ദുൽ നാസർ, പ്രമുഖ വ്യവസായികൾ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു. സംഗമത്തിൽ പങ്കെടുത്തവർക്കായി MLA യുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നും ഒരുക്കിയിരുന്നു.